എഗെയിൻ എമ്പുരാൻ തന്നെയാണ് വിഷയം. അങ്ങനെ എമ്പുരാന്റെ ചർച്ചകൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ ചർച്ച തീർക്കാത്തതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ നെഗറ്റീവ് പ്രൊമോഷൻ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എമ്പുരാൻ പോലൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു നെഗറ്റീവ് പ്രൊമോഷന്റെ ആവശ്യകത എന്ത് എന്നുള്ള ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ലേശം കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പൊ ഇതിനെ വീണ്ടും വലിയ രീതിയിൽ ചർച്ചകളാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ആവശ്യകത ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ BJP-യിലും RSS-ലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ്. കാര്യം ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി ആൾക്കാരുടെ ഉള്ളിലോട്ടാണെങ്കിൽ ഈ സത്യങ്ങൾ മൊത്തം വന്നല്ലോ, നമ്മൾ ചെയ്ത കൊള്ളരുതായ്മകളൊക്കെ ആൾക്കാരിലോട്ട് എത്തുമല്ലോ എന്നറിയുമ്പോഴത്തേക്കിന് ആ സാധനങ്ങളാണ് പൊട്ടി പുറപ്പെട്ടിട്ട് ഇതിന്റെ സത്യങ്ങൾ എല്ലാവരും അറിയണം, ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. അല്ല, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവരൊന്നും ഈ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ ആലോചിക്കുന്നില്ല, അവരങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നിരപരാധികളായിട്ടുള്ള ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയത് അവർ ചെയ്യുന്ന വലിയ മഹാ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ ആൾക്കാർ. അങ്ങനെ ചെയ്ത ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഇപ്പോഴും തലയ്ക്ക് ഭ്രാന്ത് മൂത്ത് നടക്കുന്ന വേറെ കുറേ ടീംസ് ഇവിടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ സംസാരിച്ചു, വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ എന്തിനാണെങ്കിൽ ഈ ഒരു വീഡിയോക്കത്തോടെ മല്ലിക സുകുമാരൻ വന്ന് സംസാരിക്കുന്ന കാര്യം, ആസിഫ് അലി സംസാരിക്കുന്ന കാര്യം, മമ്മൂട്ടി ഇവരെ വിളിച്ച കാര്യം, പിന്നീട് രാഷ്ട്രീയത്തിലുള്ള പിന്നെയും BJP-യിലെ കുറേ ആൾക്കാരൊക്കെ സംസാരിക്കുന്നവരൊക്കെ നമുക്ക് ഇതിനകത്ത് ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ B. ഗോപാലകൃഷ്ണൻ വന്നിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞങ്ങൾ പ്ലേ ചെയ്യാം. അത് ശരിയാണെന്ന് ആലോചിക്കണം. എല്ലാ കാര്യവും മേജർ രവി മനസ്സിലാക്കുന്ന എല്ലാ കാര്യവും മോഹൻലാലിനോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിനർത്ഥ മോഹൻലാലിനെ പരോക്ഷമായി എതിർക്ക്, മേജർ രവിയെ പ്രത്യക്ഷമായി എതിർക്ക് മല്ലിക സുകുമാരനോട് BJP-ക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടില് ഒരാളുണ്ടല്ലോ, ആരാ? മല്ലിക സുകുമാരന്റെ മരുമോള്. ആ മരുമോള് അർബൻ എക്സൽ എഴുതിയ പോസ്റ്ററുണ്ട്. അതിലെന്താ പറഞ്ഞറിയാം? നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കണ എന്റെ ഭർത്താവിനോട് വേണ്ടാണ്. ആദ്യം ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിമ്മ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ആദ്യം പറയാറുള്ളത്. ഇവനെ പോലുള്ള കീടങ്ങൾ ആദ്യം എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഡയലോഗ് എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പഠിക്കും. ആളെറിഞ്ഞ് കളിക്കട എന്നുള്ള സിനിമ ഡയലോഗാണ് അവിടെ കൊടുത്തേക്കുന്നത്. അല്ലാതെ ഈ തരത്തിൽ പോയി കളിക്കട ഇതൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് ഈ കാര്യം പറയുന്ന പോലെ സുപ്രിയ മേനോനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് എഴുതി വെച്ചതെന്നുള്ള ക്ലാരിറ്റിയെങ്കിലും വേണം. ഇതുപോലും ഇല്ലാത്ത കുറേ മൊണ്ണകളാണ് ഈ ഒരു പാട്ടിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കത്തൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്ന് RSS-ലും BJP-യിലും പറഞ്ഞതൊക്കെ എൻ്റെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങളെ ഒക്കെ നാണം കെടുത്ത് ഇതേപോലുള്ള അവന്മാരാണ്. നിങ്ങൾ വന്ന് സംസാരിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയല്ലെന്നും അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾ വേണം വന്ന് സംസാരിക്കാനെ കൊണ്ട്. ഇതുപോലുള്ള കീടങ്ങളെ നിങ്ങൾ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. ഞാൻ മുമ്പത്തെ ഇട്ടേക്കുന്ന വീഡിയോസിനകത്ത് എല്ലാം വന്നിട്ട് കുറേ ഇതുമായിട്ട് പിന്നെ ഭ്രാന്ത് മൂത്തിക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള കുറേ ആൾക്കാർ പിന്നെയും ഇങ്ങനത്തെ കുറേ കൊണയൊക്കെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ വേണം ഇതിലായിട്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള, എനിക്കറിയാം എൻ്റെ നല്ലവരായിട്ടുള്ള BJP-യിലെ RSS-ലെ സുഹൃത്തുക്കളെ, നിങ്ങൾ വന്ന് സംസാരിക്കണം. നിങ്ങൾ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് ഇവരുടെ ഉള്ളിലെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ BJP-യിലും RSS-ൽ നിന്ന് പുറത്ത് പോകേണ്ടവരായിട്ട് മാറും. അതാണ് കഴിഞ്ഞ ദിവസം ഒരു മേജർ രവി പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവന്മാരൊക്കെ ആണെങ്കിൽ നേരെ അങ്ങ് കുടുംബത്തിലോട്ട് കയറുകയാണ്. സിനിമയോടുള്ള ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് കയറുകയാണ്. ഇവരൊക്കെ എത്ര വലിയ ക്രിമിനൽസ് ആണെന്ന് നിങ്ങൾ ആലോചിക്കും. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് കൂട്ടുക എന്നുള്ളത്. ഇന്ന് ഇവന്മാരൊക്കെയാണ് വാക്കാൽ കാണിക്കുന്ന കുടുംബത്തിൽ കയറിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ. അന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ ബാബു ബജരംഗിനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രവൃത്തിയിൽ കാണിച്ചിരുന്നു. കുടുംബത്തിൽ കയറിയിട്ട് ഗർഭിണികളായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ആണെങ്കിൽ പീഡിപ്പിക്കുക, മാനഭംഗപ്പെടുത്തുക, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് അവർ പ്രവർത്തിയിൽ ചെയ്തു. ഇന്ന് ഇവന്മാർ വാക്കുകളിലൂടെ പറയണം. ഇവന്മാരുടെ ഓരോ വാക്കുകൾ നമ്മൾ പേടിക്കണം. ഇവന്മാർ ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് മൂടിയും. നമ്മുടെ നാട് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചോട്ടെ, കോൺഗ്രസ് ഭരിച്ചോട്ടെ, നമുക്ക് അവരുടെ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമുക്ക് വിമർശിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു BJP നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പൊന്നുമക്കളെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹികളായി പോകും. ഇനി ഇത് കഴിഞ്ഞിട്ട് മുരളി ഗോപിക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ മുരളി ഗോപിക്കാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ചെറിയൊരു അതിർത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. മാതാവും താരങ്ങളും നിലപാട് അറിയിച്ചിട്ടും വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിൽ തന്നെയാണ് തിരക്കഥാകൃത്ത് മുരളി ഗോപി. സിനിമയെ റീഎഡിറ്റ് ചെയ്യാനുള്ള തീരുമാനം കൂട്ടായി എടുത്തതാണെന്ന് പറയുമ്പോഴും അണിയറ പ്രവർത്തകർക്കിടയിൽ തന്നെ അതൃപ്തിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് മുരളി ഗോപിയുടെ നിലപാട്. അതേസമയം വിഷയത്തിൽ അമ്മയും ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അടക്കമുള്ള സംഘടനകളുടെ മൗനവും തുടരുകയാണ്. അംഗമായ മോഹൻലാൽ പ്രതികരിച്ചതിനാൽ ഇനി പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അമ്മ. ഈ മുരളി ഗോപിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോക്കത്ത് വെച്ചിട്ടുള്ളായിരുന്നു. എന്തായാലും അത്രയും വലിയ നിലപാടിൽ ഉറച്ചു നിൽക്കാനെ കൊണ്ടുള്ള ഗഡ്സ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് മുരളി ഗോപി. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്ത് പറയാൻ ഉദ്ദേശിച്ചോ അതിൽ തന്നെ ഉറച്ചിക്കുക, അത് മാത്രമേ ഉള്ളൂ. കാര്യം ഇപ്പോൾ ലാലേട്ടൻ തന്നെ ആണെങ്കിൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ആണെങ്കിൽ ഓരോ ആൾക്കാരെ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇനി എന്തായാലും ഇതിനെപ്പറ്റി ആസിഫ് അലി പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എനിക്ക് വിവാദങ്ങളോട് അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ്, വലിയ പെരുന്നാളല്ല, എന്നെ വലിയ കൊടുക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ
മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കോമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിനിമയായിട്ട് തന്നെ കാണുക, അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. സിനിമയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ മഹാപാപമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഇപ്പോഴത്തെ കുറേ ടീംസ്, ഈ മതവും രാഷ്ട്രീയവും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറേ ടീംസ്. അന്ന് കെ സുരേന്ദ്രൻ ഈ പറയുന്ന കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴത്തേക്കിന് സിനിമയെ കാണണം എന്ന് പറഞ്ഞ ഇതേ ആൾക്കാർ തന്നെ ഇന്നിപ്പം വന്നിട്ട് ഇതിനെ മാറ്റി പറയുന്നു. അപ്പം അന്ന് ഇവർ പറഞ്ഞ കാര്യം തന്നെ നമ്മളിവിടെ ആവർത്തിക്കുകയാണ്. നമ്മളെല്ലാ ജനങ്ങളും ഒരേപോലെ ആവർത്തിക്കുകയാണ്. ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ആവർത്തിക്കുകയാണ് സിനിമയായി കണ്ടാൽ പോരെ. അപ്പോൾ പറയുകയാണ് ഓക്കെ അന്ന് നീയൊക്കെ അങ്ങനല്ലേ, മറ്റേ ഇപ്പം അവിടെ പറയുന്ന ആളൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ നേരെ അവനെ ജിഹാദിയാക്കാണ്. ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആസിഫ് അലിക്ക് എന്തൊരു മാസീവ് ഹേറ്റാണ് ഈ ഒരു കമന്റ് ബോക്സിൽ വരുന്നത്. എന്നിട്ട് ഇപ്പം എത്ര വിവേകത്തോടു കൂടി തന്നെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കമന്റ് കൊണ്ട് വായിക്കാം. കേരള സ്റ്റോറി സിനിമയായി കാണാൻ എന്തുകൊണ്ടാണ് ആസിഫ് അലിക്ക് സാധിക്കാഞ്ഞത്? ഇത് ഇവന്റെ ഉള്ളിലെ ജിഹാദിത്തരം വെളിപ്പെടുത്തുന്നു. കാസ മുഹമ്മദ് എന്നൊരു സിനിമ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ സിനിമയായി കാണാൻ ഇന്ന് സാധിക്കാഞ്ഞത് എന്താണ്? ഇവനൊക്കെ ജിഹാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ ഈ കമന്റ് ബോക്സ് എടുത്ത് നോക്കണം. ഭീകരം. ഒരു മുസ്ലിം നാമധാരിക്ക് ഇവിടെ ഉള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവനെ നേരെ ജിഹാദിയാക്കി, എന്തോ വലിയ തീവ്രവാദിയാക്കി വേറൊരു ലെവലിലോട്ട്, വേറൊരു എക്സ്ട്രീമിൽ കൊണ്ടെത്തിക്കുന്ന ആൾക്കാരാണ്. എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ ഈ മതവും രാഷ്ട്രീയവും തലയ്ക്ക് ഭ്രാന്തായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ടീംസ് കാരണമാണ് ഇന്ന് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇവന്മാരൊക്കെ ഭരണത്തിൽ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട് മുടിയും. ഉള്ള കാര്യം പറയില്ല. ആ സിനിമയ്ക്കകത്ത് എന്ത് കാണിച്ചു അത് പക്ക കറക്റ്റ് ആണെന്നുള്ളത് ഇന്ന് വളരെ കൃത്യമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും. ഓക്കെ, ബാക്കിയുള്ള ഇതിലെ നല്ലവരായിട്ടുള്ള പ്രവർത്തകർക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഇനി എന്തിനാണ് ഇതിനെ പറ്റിയിട്ട് മല്ലിക സുകുമാരൻ മീഡിയസിന്റെ എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നീ എങ്ങോട്ട് വെക്കാം. സിനിമാ ഫീൽഡിൽ ശത്രുതയുണ്ട്. ഇതിപ്പോ ഇന്നും നിലം തുടങ്ങിയൊന്നും അല്ല. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധം പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെ തുറന്നു പറയാം. എന്നാണ് പുള്ളി ചെയ്തത്? മോഹൻലാൽ കരഞ്ഞോണ്ടിരിക്കുന്നു, മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ തരാം, പാവം, അയ്യോ നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം, പൃഥ്വിരാജ് അവരെല്ലാവരും കൂടെ ചതിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞില്ലെന്ന്. മോഹൻലാൽ അത് പറയൂ? ആന്റണി പെരുമ്പാവൂർ അത് പറയില്ല. കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 1-ാമത്തെ പേജിലെ 1-ാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും. അതാണ് മേജർ രവി എന്ന് പറഞ്ഞത്. ലാലേട്ടൻ ഇതൊന്നും അറിയത്തേയില്ല, പൃഥ്വിരാജ് കൊണ്ട് പെടുത്തിയതാണ് എന്നുള്ള രീതിയിലാണ് മേജർ രവി എന്ന് പറഞ്ഞേക്കുന്നത്. ലാലേട്ടൻ അറിയത്തില്ല, പറയുന്ന പോലെ പ്രീ റിലീസ് കാര്യങ്ങളൊന്നും ലാലേട്ടൻ കണ്ടിട്ടില്ല, ലാലേട്ടൻ മിക്കവാറും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അതേസമയം ഞാൻ വീഡിയോക്കകത്തെല്ലാം ഞാൻ അത് ഫസ്റ്റ് റിയാക്ട് ചെയ്തപ്പോഴും പറഞ്ഞാണ്, സ്ക്രിപ്റ്റ് പോലും വായിക്കാത്ത ഒരു ലാലേട്ടനെ പോലെ ഒരാൾ വന്ന് പടം ചെയ്യുമോ? അത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലാത്തുള്ള ആൾക്കാരാണ് ഇത് ഇയാൾ പറയുന്നതല്ല അതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങാനെ കൊണ്ട് നമ്മളെല്ലാവരും കൂടെ. ഈ പടം ഇറങ്ങാതിരിക്കാൻ ഒരു ശ്രമം നടന്നില്ലേ? പെട്ടെന്നൊരു സമരം കൊണ്ടുവരാൻ ഭാവിച്ചിട്ട് തിയേറ്ററിൽ സിനി റിലീസില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം, 27-ാം തീയതി എമ്പുരാനുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്, ഇപ്പോൾ ഞാൻ കൊച്ചിയിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോക്കകത്ത് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ള കാര്യം. അതായത് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് മുന്നേ ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമയിലെ ഒരു സമരമുറയായിട്ട് മുന്നോട്ട് പോകാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സൊക്കെ നഷ്ടത്തിലാണ്. ഈ പറഞ്ഞ പോലെ വലിയ താരങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ താരങ്ങളാണെങ്കിൽ വലിയ രീതിയിലുള്ള റെമ്യൂണറേഷൻ വാങ്ങുകയാണ്. അടുപ്പിച്ച സിനിമകൾ പൊട്ടിയാൽ പോലും ഇവർ പൈസ പ്രതിഫലം കുറയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് മുന്നോട്ട് വരുന്നു. ആ സിനിമ 27-ാം തീയതി തന്നെ റിലീസാകുമെന്ന് തന്നെ പറയുന്നു. ഇവർ സമരമായിട്ട് പൊക്കോട്ടെ, ഇത് ഇവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സിനിമ റിലീസ് ചെയ്യും. അതും പോരാ, ഇവർ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം എന്തായിരുന്നു? താരങ്ങൾ വലിയ പ്രതിഫലം വാങ്ങുന്നു. ഇവിടെ ലാലേട്ടനാണെങ്കിൽ 1 രൂപ പോലും റെമ്യൂണറേഷൻ വാങ്ങാതെ, അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ പോലും 1 രൂപ പോലും പൈസ വാങ്ങാതെയാണ് ഈ ഒരു പടം കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തായാലും സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഈ ഷെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കിട്ടുന്നുണ്ടാവുക. എന്നിരുന്നാലും ഈ ഒരു സിനിമ പുറത്തോട്ട് ഇറങ്ങി തിയേറ്ററിലോട്ട് എത്തിക്കുന്നിടം വരെ 1 രൂപ പോലും ശമ്പളമായിട്ട് അവർ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെയാണോ ഇവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയെ തന്നെ വലിയൊരു ഇന്റർനാഷണൽ ലെവലിലോട്ട് എത്തിക്കുന്ന രീതിയിലേക്ക് പൃഥ്വിരാജ് കുമാർ എന്നൊരാൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഈ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ചുരുക്ക് വരൂലേടി. അത് തന്നെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഈ ഒരു സിനിമയ്ക്കകത്തുനിന്ന് തന്നെ നല്ല രീതിയിൽ പൃഥ്വിരാജ് സുകുമാരനെ കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ട്, അദ്ദേഹം മാപ്പ് പറയുമെന്ന് പറഞ്ഞിട്ടാണല്ലോ മേജർ രവി പോസ്റ്റ് ഇട്ടത്. അതിന് തൊട്ട് പിന്നാലെ മോഹൻലാൽ കേരളത്തിൽ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാര്യം കാണുമായിരിക്കും, വല്ല എന്തെങ്കിലും എനിക്കറിയത്തില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ, ചരിത്ര നേട്ടമാണിത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ച് അയ്യോ എന്റെ വലിയ ചേച്ചി അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പോയ ഒരാൾ 2 ദിവസം കഴിയുമ്പോൾ പൃഥ്വിരാജ് ചതിച്ച് ചെയ്തതാണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ള ഇവരുടെയൊക്കെ വാക്കിന്റെ വില. ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഒക്കെ പറയുന്നത്?
ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ല, ഇത് വ്യക്തി സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യം ചീത്ത വിളിച്ചത്. സത്യം. ഇതിനെയൊക്കെ പറ്റിയിട്ടാണെങ്കിൽ മേജർ രവി പറഞ്ഞേക്കുന്ന ഒരു അമ്മയുടെ വികാരം അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹമാണ് ഈ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരു വികാരമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് മേജർ രവി പറയുന്നത്. ഓക്കെ, എടേ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്താണ് ദേശസ്നേഹം ഇരിക്കുന്നത്? അതൊന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണം. എന്താണ് ഇതിൽ ദേശസ്നേഹം ഇരിക്കുന്നത്? ഈ പറയുന്ന ഓരോ ആൾക്കാരുടെയും ദേശസ്നേഹം എവിടെയാണ് ഇരിക്കുന്നത്? ഈ പറയുന്ന പോലെ കാശ്മീർ ഫയൽസ് വന്നപ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേരള സ്റ്റോറി വന്നപ്പോഴും അവിടെ ഒന്നും കാണാത്തൊരു ദേശസ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എടേ ഇവിടെ ഒരു തെറ്റ് അല്ലെങ്കിൽ BJPക്ക് ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിച്ചാൽ അവർ ദേശസ്നേഹികളല്ല, അവർ ദേശദ്രോഹികളായിട്ട് മാറുകയാണ്, അവർ തീവ്രവാദികളായിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിടയിൽ ഒരുപാട് തീവ്രവാദികളുണ്ടല്ലോടെ. ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കേട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ പെരുന്നാളായിട്ട് ഞാൻ പറയാണ്, ഒരിക്കലും എന്റെ മരണം കഴിഞ്ഞാൽ പോയി ഞാൻ മരിച്ചു പോയാൽ പോലും മറക്കല്ലേ മക്കളെ എന്നിട്ട് ഞാൻ എന്റെ പിള്ളേരോട് ഒരു വാചകം പറഞ്ഞു. ഈ കണ്ട സിനിമാ ലോകം മുഴുവനും ചേച്ചി എന്റെ ഈ FB പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണേ, മറ്റേത് ചെയ്യണേ, മറിച്ചത് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്രയും ആൾക്കാർ ഈ ചലച്ചിത്ര മണ്ഡലവുമായിട്ട് പ്രത്യക്ഷപ്പെട്ട് കിടക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച 2 പേരുണ്ട്. ഒന്ന് സജീദ് അന്ത്യാട്ട്, പ്രൊഡ്യൂസർ. അപ്പോൾ ഒരു പടത്തിൽ അദ്ദേഹം രാജു മാത്രമല്ല ഞാനും അഭിനയിച്ചിട്ടുണ്ട്, കലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞെട്ടിത്തരിച്ചുകൊണ്ട് ഞാൻ ഫോൺ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ FB പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഒരു അദ്ദേഹത്തിന് വേറെ നിങ്ങൾ ആരും വിചാരിക്കുന്നത് ഒന്നുമില്ല. ഒരു 3 മാസം കഴിഞ്ഞ് അദ്ദേഹം വളരെ സജീവമായിട്ട് സിനിമയിലേക്ക് വരും, അത് വേറെ കാര്യം. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. കാരണം എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? വിശ്രമിക്കാനായിട്ട് കുടുംബസമേതം മദ്രാസിൽ താമസിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് അല്ലാതെ നിങ്ങളൊക്കെ പറയുന്ന പോലെ എന്തെല്ലാം അസുഖങ്ങൾ ആർക്കെല്ലാം എന്തെല്ലാം വരുന്നു അതിനൊക്കെയുള്ള പ്രതിവിധികളും അതൊക്കെ നോക്കുമ്പോൾ ഇതേതിനും ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. പോട്ടെ, എന്നിട്ട് അങ്ങനെ വിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ പെരുന്നാളിന്റെ തലേ ദിവസം വായിക്കുകയാണ് FB പോസ്റ്റ് കണ്ടു. അതായത് വേറൊന്നുമല്ല, അദ്ദേഹത്തെ അറിയാം എനിക്കിത് കാണുമ്പോൾ ഒരു പ്രയാസം വരും. സുഹൃത്തിന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ വലിയ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നറിയാം എന്നുള്ളൊരു മനസാക്ഷിയുള്ള ഒരു കലാകാരനാണ് മമ്മൂട്ടി. ഞാൻ ഒരു കാലത്തും ഞാനത് മറക്കത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, പല ഇന്റർവ്യൂവിലും മമ്മൂട്ടിയുടെ ചില രീതികളെ കുറിച്ച്. കാരണം അത് അദ്ദേഹം മാത്രമാണ് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചത് സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന്. അത് മാത്രമല്ല, ഇവിടെ പല ആൾക്കാരും മമ്മൂട്ടിയെ പോലുള്ള ഒരു മെഗാ സ്റ്റാർ വിളിച്ച് ഇങ്ങനെ ഒരു പേഴ്സണലി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴും ഇവിടെ ഇവരെ അനുകൂലിച്ചുകൊണ്ടിട്ട് ബാക്കിയുള്ള സിനിമാക്കാർ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യം. പലർക്കും പേടിയാണ്, ഈ ഒരു പ്രസ്ഥാനത്തിനോട് പേടിയാണ്. ഇവരുടെ എന്തെങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, ഇനി അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് പലരും മിണ്ടാൻ മടിക്കുകയാണ്. വേറൊരു കാര്യമുണ്ട്, ആസിഫ് അലി ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ആസിഫ് അലിനെ ഒരു ജിഹാദി അല്ലെങ്കിൽ ഒരു തീവ്രവാദി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഈ കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മമ്മൂക്ക ഇങ്ങനെ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മമ്മൂക്കേനെ ഇനി എങ്ങനെയായിരിക്കും ചിത്രീകരിക്കാൻ പോകുന്നത്? മറ്റേ മട്ടാഞ്ചേരി മാഫിയ, പിന്നെ IS ബന്ധം, പിന്നെ തീവ്രവാദ സംഘടനയുമായിട്ടുള്ള മറ്റു കണക്ഷൻ, പാകിസ്ഥാനിൽ നിന്ന് വേറെ എന്തൊക്കെയോ ഒഴുക്കുന്നു. ഇനി ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ബാക്കിയായിട്ട് മമ്മൂട്ടിക്ക് കേൾക്കേണ്ടതായിട്ട് മമ്മൂക്കൊക്കെ കേൾക്കേണ്ടതായിട്ട് വരിക. ഇപ്പൊ വന്ന പിള്ളേർക്കൊക്കെ അതിന്റെ ചരിത്രം ഇങ്ങനെ പുസ്തകം വായിച്ചറിയാം. RSS എന്താണെന്നൊക്കെ എന്റെ മക്കളെ പഠിപ്പിച്ചത് മാരാർ സാറും KG മാരാർ സാറും PP മുന്നണിയൊക്കെ. അവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ RSS ആവാൻ വേണ്ടി പഠിപ്പിച്ചതുമല്ല. അങ്ങനെ ഞങ്ങളെ എന്റെ മക്കളെ പറഞ്ഞ് ഞാൻ നള്ളത്ത് ശാഖയിലും പൂജപ്പുരയും ഞാൻ വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു പോയി ആ രാവിലെ ഇമാതിരി എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ് മോനെ. സൂര്യനമസ്കാരം അന്ന് കൊച്ചു പിള്ളേരാ, 5-ലും 6-7-ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാ അത് പോയിട്ടുണ്ട്. അന്ന് തൊട്ട് RSSലെ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾക്കറിയാം. അവരുടെയൊക്കെ ഭാഷയ്ക്കും പെരുമാറ്റത്തിനും മാന്യതയുണ്ടായിരുന്നു, സഭ്യതയുണ്ടായിരുന്നു. ഇന്ന് ആരായാലും ശരി വായി തോന്നിയത് പുറകെ വാട്ടെന്ന് പറഞ്ഞ് പറയാനും പറയിപ്പിക്കാനും ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു പാർട്ടിക്കും രാഷ്ട്രീയം വളർത്താനൊക്കെ എന്താണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞതിന്റെ തൊട്ട് പുറകെയാണെങ്കിൽ വേറെ കുറച്ച് ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് മല്ലിക സുകുമാരനാണെങ്കിൽ മുമ്പ് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഇട്ടതിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നല്ലവരായിട്ടുള്ള RSSലെയും BJPയിലെയും പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരെ ഒന്നും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ BJPക്കാർക്കും RSSകാർക്കും വേണ്ട. അങ്ങനെയുള്ളവരൊക്കെ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ വിഷം കുത്തി നിറച്ചുകൊണ്ട് ആൾക്കാരിലോട്ട് ഭിന്നത ഉണ്ടായിക്കൊണ്ട് ഇവിടെ വലിയ മതസൗഹാർദ്ദം എന്നും അല്ലെങ്കിൽ ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദം കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് BJPയിൽ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന ടീംസാണ് മൊത്തം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്, അല്ലെങ്കിൽ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിപ്പിക്കാനുള്ള ഒരു സാധനമല്ല. ഓക്കെ, എന്താണെങ്കിലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.